കൊല്ലത്ത് പൊറോട്ട നൽകാത്തതിന് കടയുടമയുടെ തല അടിച്ചു പൊട്ടിച്ചു. കടയുടമ അമൽകുമാറിന് പരിക്കേറ്റു. കിളികൊല്ലൂർ മങ്ങാട് സംഗമുക്കിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. കട അടയ്ക്കാൻ നേരമെത്തിയ യുവാക്കളോട് പൊറോട്ടയും ബീഫും തീർന്നുപോയി എന്ന് പറഞ്ഞതാണ് പ്രകോപനത്തിന് കാരണമായത്. യുവാക്കൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രിയാണ് പൊറോട്ടയ്ക്ക് വേണ്ടി യുവാക്കൾ കടയുടമയായ അമൽകുമാറിന്റെ തല അടിച്ചു പൊട്ടിച്ചത്. പ്രദേശവാസിയായ ഒരു യുവാവ് കടയിലെത്തി 10 പൊറോട്ട വേണമെന്നാവശ്യപ്പെട്ടു. പൊറോട്ട തീർന്നുപോയെന്ന് കടയുടമ പറഞ്ഞപ്പോൾ എന്നാൽ ബീഫ് നൽകണമെന്നായി. അതും ഇല്ലെന്ന് പറഞ്ഞതോടെയാണ് പ്രകോപിതനായ യുവാവ് കടയുടമയുമായി വാക്കേറ്റമുണ്ടായത്. ശേഷം അവിടെ നിന്ന് പോയി മറ്റൊരു സുഹൃത്തിനെയും കൂട്ടി തിരികെ എത്തി. കൈവശം കരുതിയ വടികൊണ്ട് കടയുടമയുടെ തല അടിച്ച് പരിക്കേൽപ്പിച്ചു. ഇവന്മാർ 7:45 8 മണിക്കകത്ത് ഇവന്മാർ വന്നിട്ട് പൊറോട്ട വേണമെന്ന് പറഞ്ഞു. ആദ്യം തന്നെ ഞങ്ങൾ പൊറോട്ട ഇല്ല, ഇത് വേണേൽ ദോശയും ചമ്മന്തിയും കിഴങ്ങറിയും കടലക്കറിയും ഉണ്ട്, ഇതിലേതെങ്കിലും വേണം. അല്ല, ഞങ്ങൾക്ക് പൈസ ഇല്ല, ഇപ്പം തരാൻ പറ്റില്ല, പൈസ പിന്നെ തരാം, എനിക്ക് പൊറോട്ട വേണം, ബീഫ് കറി വേണം, ഞങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് തരാം. സംസാരിക്കുന്ന പയ്യൻ പരിചയമുള്ള പയ്യനാണ്, കഞ്ചാവിൻ്റെ ഒക്കെ ആൾക്കാരാണ്, കഞ്ചാവ് ടീമാണ് ഇവർ. ഇവിടെ കിഴക്കേ ഭാഗത്തുള്ള പയ്യന്മാർ തന്നെ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവന്മാർ അടിയങ്ങ് മുടങ്ങുകയായിരുന്നു. അമൽകുമാറിനെ മർദ്ദിക്കുന്ന ബഹളം കേട്ട് നാട്ടുകാർ എത്തിയപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു. ഈ സമയം കിളിക്കല്ലൂർ പോലീസും സ്ഥലത്തെത്തി. ബൈക്ക് ഉപേക്ഷിച്ചായിരുന്നു യുവാക്കൾ രക്ഷപ്പെട്ടത്. ഇവരുടെ ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കടയുടമ കിളികല്ലൂർ പോലീസിൽ പരാതിയും നൽകി. ആക്രമിച്ച ഒരു യുവാവിനെ തിരിച്ചറിയുമെന്നും കടയുടമ മൊഴി നൽകി. പ്രദേശത്ത് ലഹരി ഉപയോഗിക്കുന്ന സംഘമാണ് ഇവരെന്ന് അമൽകുമാർ പറഞ്ഞു. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി കിളികല്ലൂർ പോലീസ്. റിപ്പോർട്ടർ, കൊല്ലം.